അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് തിരുവനന്തപുരം ജില്ലയുടെ കിളിമാനൂർ ഭാഗത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പോലും ആർക്കും അറിയില്ലായിരുന്നു. ഒരുപാട് പേര് ഫേസ്ബുക്കിൽ മെൻഷൻ ചെയ്തു, ഉസ്താദെ നിങ്ങളിത് കാണുന്നില്ലേ, അദ്ദേഹത്തെ ആരെങ്കിലും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആംബുലൻസും കൊണ്ട് അവിടെ പോയി. അദ്ദേഹം ഒരു തരത്തിലും ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പ്രിയങ്കരായ പ്രവർത്തകർ റാഷിദ് മുബാറക്ക്, സഫീർ കമന്നൻ എല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ച് ആംബുലൻസിൽ കയറ്റി ഞങ്ങൾ കൊണ്ടുപോയി നമ്മുടെ വളവുവച്ചയിലെ സ്നേഹസാഗരത്തിൽ കൊണ്ടുപോയി. നൗഷാദ് ബാക്കവി ഉസ്താദിൻ്റെ ഈ ഒരു പ്രവർത്തനം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് റിഫാഇ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രമാണ്. മഹാനവർകൾ ഇതുപോലെ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളുകളെയും ഭ്രാന്തന്മാരെയും തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവരെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അവരെ ഭക്ഷണം കഴിപ്പിച്ച് സന്തോഷത്തോടുകൂടി അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു എന്നാണ്. ഇത് സ്ഥിരമായി കണ്ട ശിഷ്യന്മാർ മഹാനവർകളോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ രഹസ്യം? മഹാൻ പറഞ്ഞു, നമുക്ക് ഭൂമിയിൽ വെച്ച് രണ്ട് വിഭാഗം ആളുകളെ ചൂണ്ടിക്കാണിച്ചാണ് അവർ സ്വർഗാവകാശികളാണെന്ന് പറയാൻ നിർവാഹമുള്ളൂ. ഒന്ന് പ്രായപൂർത്തിയെത്താത്ത കുഞ്ഞുങ്ങളാണ്. രണ്ടാമത്തേത് ഇതുപോലെ ബുദ്ധിസ്ഥിരതയില്ലാത്തവരും ഭ്രാന്തന്മാരുമായ ആളുകളാണ്. അവരെ പരിപാലിച്ചാൽ അവരുടെ തണലിലെങ്കിലും നമുക്ക് സ്വർഗത്തിൽ പോകാമല്ലോ എന്നാണ് മഹാൻ ശിഷ്യന്മാരോട് പറഞ്ഞത്. ഇതുപോലെ ഒരായുസ് മുഴുവനും ഇതേപോലെ മക്കളെ ചികിത്സിച്ചും ഭ്രാന്തന്മാരെ ചികിത്സിച്ചും കഴിയേണ്ടി വരുന്ന ഒരുപാട് അമ്മമാരും ഉമ്മമാരും നമ്മുടെ നാടുകളിലും ചുറ്റുപാടുകളിലുമുണ്ട്. ഉമ്മമാരെ നിങ്ങൾ തളരാൻ പാടില്ല. സ്വർഗാവകാശികളാണെന്ന് ഉറപ്പിച്ചു പറയാവുന്ന ആളുകളെയാണ് നിങ്ങൾ പരിപാലിക്കുന്നത്. ഒരിക്കലും അവർ നാളെ സ്വർഗത്തിൽ പോകുമ്പോൾ തന്നെ ദുനിയാവിൽ വെച്ച് പരിപാലിച്ച ആളുകളെ ഒരിക്കലും തള്ളിപ്പറയുകയില്ല. അവരുടെ തണലിൽ നമുക്കും സ്വർഗത്തിൽ പോവാം. സ്വർഗാവകാശികളായ ഒരാളെയാണ് ഞാൻ പരിപാലിക്കുന്നതെന്ന നിയ്യത്തോടുകൂടി നമ്മൾ ആ കർമ്മം നിർവഹിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ.